ഹലോ ഗോയ്സ്, അപ്പോൾ മറ്റൊരു വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോളേജിൽ ഇന്നത്തെ പരിപാടി മെയിൻ ആൾക്കാർ നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കൂലേ. ഇത് അഫ്നാൻ, വസു, ഡ്രഗ് ഡീലേഴ്സിന് തൊപ്പിയുടെ കഞ്ചാവ് നിറച്ചത്, തൊപ്പിയുടെ ഉള്ളില് കഞ്ചാവ് നിറച്ച അബി, കൂളിറ്റി, ഇത് ആര്യൻ, മൈക്ക് മരുന്ന്, ഇത് അമിത്, മഷ്റൂം അമിത്, ഇത് മിന്നു, മാജിക് പക്ഷെ മാജിക് മിന്നു, ഞാൻ പറഞ്ഞതാ രണ്ടോട്ടം. വളരെ നല്ലൊരു ഇതാണ്. ഏതാണ്? ഒരു മറ്റൊരു തരത്തിലൊരു ഇതാണ്. എന്തുകൊണ്ട് മദ്യം നിർത്തുന്നില്ല? ഞാനിപ്പോ ഇന്ന് ഉന്നയിക്കുന്ന ചോദ്യം, തൂഫാൻ നല്ലതോ? അവള് തൂഫാൻ എതിരാണ്. കാരണം അവള് കൂട് വയ്ക്കാറുണ്ട്. കൗടിന്റെ ഇടയിലാണോ കൂട് വയ്ക്കാറ്? ഇവിടെ ഒരു കൂട്, ഇവിടെ ഒരു ഹാൻസ്. ഇഷാക്ക് കൂട് വെച്ച് നിൽക്കണം. അതുകൊണ്ട് ഇഷാക്ക് ഒന്നും ഉള്ളിടത്തോളം കാലം ലഹരി നിന്റെ വീഡിയോ തൂഫാൻ നാടിന് നല്ലതോ? അതൊന്ന് ചോദിച്ചു നമ്മ കേൾക്കുന്നത്. തൂഫാനോ? കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ തൂഫാൻ നമുക്ക് കോംപ്ലിക്കേറ്റഡ്. തൂഫാൻ ഭയങ്കര ലുക്കാണോ? സത്യം രണ്ട് പിള്ളേരാ പോകണ്ടേ. രണ്ട് പാട്ട് പാടല്ലേ? വി ആർ തൂഫാൻ, എന്ത് നല്ല ഒരു കാര്യമാണ് ലഹരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മക്കളെ തൂഫാനെ പറ്റി എന്താ പറയാനുള്ളത്? തൂഫാൻ സ്റ്റേ ഫ്രീ ബ്രോ. Say no to drugs. Say no to drugs. Drugs ഉപയോഗിക്കരുത്. പെട്ടെന്ന് നിർത്തണം. Drugs നല്ല ചീത്ത അഭിപ്രായം കേട്ടോ. ഒന്നാമത് അറിയില്ല കാര്യങ്ങൾ എങ്ങനെയെന്ന്. നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്താൽ നമ്മുടെ ബോഡി അഡിക്ഷൻ ആണോ ശരിക്കും? തൂഫാൻ നല്ലൊരു അഡിക്ഷൻ ആണ്. ഇവ മരുന്നടിച്ച് നിൽക്കണം. ഇവൻ പറയും ഇവ ഫ്രഷ് ആണെന്നുണ്ട്. എനിക്ക് ഇവിടെ ഫ്രീ ആണ് കോളേജിൽ. ഫ്രീ ഡ്രഗ്സ് എല്ലാ കോളേജിലും അതുകൊണ്ട് വന്നൊരുത്തൻ വരുന്നതൊക്കെ ഈ മഷ്റൂമിനെ പറ്റി രണ്ടു വാക്ക്. മഷ്റൂംസ് വളരുന്നതല്ലേ? കിട്ടിയില്ല. രണ്ട് മഷ്റൂം കൊടുക്കണം എന്നാണ് വെള്ളിയാഴ്ചകളിൽ മാത്രം. ബസ് ഇട്ട് നമ്മുടെ യൗവനം നിലനിൽക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ചുണ്ടെന്താ കറുത്തിരിക്കണേ? ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തോണ്ട് ക്ലൈമറ്റിന്റെ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് വേണം ബ്രോ ഗവൺമെന്റ് എന്തുകൊണ്ട് ഗവൺമെന്റ് നിർത്തുന്നില്ല ലഹരി? മദ്യം എന്തുകൊണ്ട് നിർത്തുന്നില്ല? അങ്ങനെ പോലെ നിർത്തുന്നില്ല ഗവൺമെന്റ്. മദ്യം ഉപയോഗിച്ച് വന്നവരുണ്ടാവില്ലേ, അവർക്ക് ചിലപ്പം പെട്ടെന്ന് നിർത്താനുള്ള കഞ്ചാവും കഞ്ചാവും അത് സെയിം അല്ല. അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. ഗവൺമെന്റിന് നല്ല വരുമാനം കിട്ടുന്നോണ്ടാണോ നിർത്താത്തത്? അങ്ങനെയാവില്ല. അതെ, തീർച്ചയായും അതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിർത്തുമ്പോ എല്ലാം നിർത്തേണ്ടി വരും. അതാണ് ഞങ്ങൾ അങ്ങനെയാണ്. പെട്ടല്ലേ
അങ്ങനെ നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കഞ്ചാവ് അല്ലെങ്കിൽ MDMA എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിനെ നമ്മുടെ മദ്യം കൊണ്ട് ലൈഫ് തീർന്നവരുണ്ട്. മദ്യം കൊണ്ട് ലൈഫ് തീരാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ് നശിച്ചാണ്. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഒരു ഫാമിലിയിലേക്ക് വരുമ്പോ ഇത്രയും ഇത് വരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നില്ല അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. അവർ മറ്റുള്ളവർ അവര് എന്നിട്ട് ഉപദ്രവിക്കുന്ന രീതികൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം ബിഹേവ് ചെയ്യുന്ന രീതി മാറിപ്പോവല്ലേ. പക്ഷെ ഒരു മദ്യപിക്കുന്ന ആള് മദ്യപിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനത്തെ ഇതേ ഉള്ളൂ. അയാളെ നമുക്ക് അറിയാം മദ്യപാനിയാണ് എന്നറിയാം, പക്ഷെ ഒരു ലഹരി ഉപയോഗിച്ച ആളെ നമുക്ക് മനസ്സിലാവില്ല. ഈ സാധനം കഞ്ചാവ് നമുക്ക് ഈ ലഹരി ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ പദ്ധതി ഇറങ്ങില്ല. നമുക്ക് ഈ മദ്യപാനത്തിന്റെ ഒക്കെ ഇത് ഒതുക്കാൻ വേണ്ടിട്ട് ബാറുകളൊക്കെ ഒന്ന് അടച്ചു കൂട്ടിക്കൂടെ? ബാറുകൾ അടച്ചു പൂട്ടുക നമുക്ക് അത് സർക്കാരല്ല ചെയ്യേണ്ടത്. വരുമാനം ഉള്ളത് കൊണ്ടാണ് അടച്ചു മിസ്സിന്റെ അഭിപ്രായത്തിൽ ഏത് സർക്കാരാണ് നല്ലത്? പിണറായി സർക്കാരാണോ VD സർക്കാരാണോ? ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ ഈ പവർ കട്ടുകളെ പറ്റി എന്തൊരു പറയാനുള്ളത്? ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പവർ കട്ടുകൾ ഈ VD സതീശൻ വന്നപ്പോ തൊട്ട് ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയില്ല. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.